ഈ FD കിട്ടുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? ഇപ്പൊ എന്ത് പറ്റി? സാധാരണ എല്ലാ വർഷവും എനിക്ക് റീഫണ്ട് കിട്ടാനോ പതിവ്. പക്ഷെ ഇതിപ്പോ കുറെ ആയിട്ട് ഞാൻ അങ്ങോട്ട് അടച്ചോണ്ടിരിക്കുക. അത് FDയുടെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് അക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കയ്യിലോട്ട് കിട്ടിയോ കിട്ടിയില്ലയോ TDS അവർ ഡിഡക്ട് ചെയ്യും ബാങ്ക്. പിന്നെ ടാക്സ് നീ അടയ്ക്കണം. അപ്പം അതിനെന്താ ഒരു സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ എന്താ? FDയിൽ വളരെ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവും, ബാക്കി എമൗണ്ട് വല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഷോർട്ട് ടേമിലേക്കാണെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് ഇൻകം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ലോങ് ടേമിലേക്കാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ഇയർ ടാക്സ് വരത്തില്ല. എന്നാണോ നീ റിഡീം ചെയ്യുന്നത് അന്നേ ടാക്സ് വരത്തുള്ളൂ. എന്നാലും ടാക്സ് അടയ്ക്കണ്ടേ? ടാക്സ് ഇപ്പോൾ എവിടെ ആയാലും അടയ്ക്കണം, ടാക്സ് അടച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എവറി ഇയർ നീ അടയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പോർഷൻ നീ ടാക്സ് ആയിട്ട് അങ്ങ് അടയ്ക്കുകയാണ്. ആ എമൗണ്ടിന് ഗ്രോത്ത് കിട്ടുന്നില്ല. അതേസമയം എന്നാണ് എൻഡിലാണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ, റിഡംഷൻ സമയത്താണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പോർഷനും കൂടെ ഗ്രോത്ത് കിട്ടും. അപ്പോൾ നിനക്ക് നിൻ്റെ എമൗണ്ട് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? ഇപ്പോൾ കയ്യിൽ എത്ര ഉണ്ട് FD ആയിട്ട്? ഒരു 10 ലക്ഷം. അതാണ് പ്രശ്നം. വലിയ എമൗണ്ട് ആയതുകൊണ്ടാണ് കുഴപ്പം. ഒരു കാര്യം ചെയ്ത് ഇത് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് പറ്റത്തില്ല. അത് SBIയിലെ മാനേജർക്ക് വിഷമാവും. അതെന്താ അങ്ങനെ പൈസയാണ്? അങ്ങനെ പൈസ അല്ല, എൻ്റെ പൈസ തന്നെയാ. പക്ഷെ അയാൾക്ക് ടാർഗറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ടാർഗറ്റ് ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്?